എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു എയർലൈൻ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഗ്രൂം ചെയ്യേണ്ടതെന്നാണ്. ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഫേസ് മേക്കപ്പിന്റെ കാര്യം മാത്രമാണ്. ബാക്കി ഒരുപാട് ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ നെയിൽസ്, ഹെയർ, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് ഗ്രൂമിങ്ങിനെ കുറിച്ചിട്ട് പറയാനുണ്ട്. അത് ഞാൻ വേറെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് കയറി കണ്ടു നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ബേസിക് സ്റ്റെപ്പായിട്ടുള്ള മോയ്സ്ചറൈസർ ആണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ എടുത്തിരിക്കുന്നത് ഡെർമാക്കോന്റെ ഒരു മോയ്സ്ചറൈസർ ആണ്. പിന്നെ അതുപോലെ അടുത്ത സ്റ്റെപ്പ് നമ്മൾക്ക് സൺസ്ക്രീൻ ആസ് യൂഷ്വൽ. പിന്നെ ഇത് ഡോക്കിന്റെ ആണ്. ആക്ച്വലി ഇത് നോർമൽ ടു ഡ്രൈ സ്കിന്നുകാർക്ക് വളരെ നല്ലതാണെന്ന് പറയുന്നത്. എൻ്റെ നോർമൽ സ്കിന്നാണ്, പക്ഷെ കുറച്ചും കൂടി ഇത് ഡ്രൈ ആയിട്ടുള്ളവർക്കാണ്. കാര്യം ഇത് ഭയങ്കര ഓയിലി ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്ക് കുറച്ചുകൂടി നല്ലതാണ്. സോ തേർഡ് സ്റ്റെപ്പിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നത് കൺസീലർ ആണ്. ലാഗറിന്റെ ഒരു കൺസീലർ ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. എൻ്റെ ഇതെല്ലാം ഞാൻ തുടക്കത്തിൽ വാങ്ങിച്ചതാണ്. ഇത് തന്നെയാണ് ഇതിന്റെ വാലിഡിറ്റി, അതായത് എക്സ്പയറി ഡേറ്റ് നോക്കി കുറച്ച് ലോങ് ആയിട്ടുള്ള ഡേറ്റിലേക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എപ്പോഴെപ്പോഴും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങേണ്ടി വരില്ല. അത് ഒത്തിരി ഉണ്ടാവില്ല, നമുക്ക് ഒത്തിരി നാൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ കൺസീലർ ഞാൻ നന്നായിട്ട്, അത്യാവശ്യം ഇപ്പം എൻ്റെ മുഖത്ത് നല്ല പിമ്പിൾസും കാര്യങ്ങളും അതിന്റെ മാർക്സും ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡാർക്ക് ആയിട്ടുള്ള എല്ലാ ഏരിയസിലും പിശിക്കാണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കൺസീലർ ഇപ്പൊ ഏതാണെന്നുണ്ടെങ്കിലും, ഇപ്പൊ മോയ്സ്ചറൈസർ ഇട്ടിട്ടാണെങ്കിലും ജസ്റ്റ് ഒരു 2 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക, അതൊന്ന് സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഏത് സ്റ്റെപ്പ് ചെയ്യുമ്പോഴും ഇച്ചിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ചെയ്യുക. പിന്നെ കൺസീലർ ഞാൻ ആദ്യം ഞാൻ കൺസീലർ ആണ് ഇടാറ്. അത് കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. ബാക്കി അവിടെ അബ്സോർബ് ചെയ്തതിന് ശേഷമാണ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നത്. ഇനി ഞാൻ ഐ മേക്കപ്പ് ആണ് ചെയ്യാൻ പോകുന്നത്. കാര്യം അതൊന്ന് അബ്സോർബ് ചെയ്തതിന് ശേഷം ബാക്കി ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. ഇന്നിപ്പോ ഞാൻ അധികം ഐ ഷാഡോസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, കണ്ണിൽ ചെറുതായിട്ട് ചെയ്യുന്നുള്ളൂ. ഒരു കാജൽ, ബ്രൗൺ കളറുള്ള കാജൽ എടുത്തിട്ട് ഒന്ന് ലൈൻ ചെയ്തിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പിങ്ക് കളറ് ഐ ഷാഡോ കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഫൗണ്ടേഷൻ ഇടുകയാണ്. ഇത് ഫിറ്റ്മിയുടെ ഫൗണ്ടേഷൻ ആണ്, മെബ്ലിന്റെ തന്നെ. ഇതൊക്കെ ഓൺലൈനിൽ ഇപ്പോൾ അധികം വില ഒന്നുമില്ല. ഞാനൊക്കെ വാങ്ങുന്ന ടൈമിൽ അത്യാവശ്യം നല്ല വില ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇതിന് അത്ര വിലയൊന്നുമില്ല, കുറച്ച് അഫോർഡബിൾ ആയിട്ട് തന്നെ വാങ്ങാൻ സാധിക്കും. ആൻഡ് ഇതിന്റെ വീഡിയോ, അതായത് എങ്ങനെയാണ് അഫോർഡബിൾ ആയിട്ട് ഒരു മേക്കപ്പ് കിറ്റ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള ഒരു വീഡിയോ കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും, നോക്കിക്കോളാം. പിന്നെ ഐബ്രോസിന്റെ കാര്യത്തിൽ എടുത്ത് പറയാനുള്ളത്, നിങ്ങളൊരു ബിഗിനർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഐബ്രോ പെൻസിൽ ഒഴിവാക്കിയിട്ട് ഒരു ബ്രൗൺ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഐബ്രോസ് നമ്മൾ എഴുതുമ്പോൾ കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി കഥകളിക്ക് പോണ ഒരു ഫീല് കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഐബ്രോസ് എപ്പോഴും നമ്മൾ നോക്കി മാത്രം ലൈറ്റ് ആയിട്ട് എഴുതുക. പിന്നെ തുടങ്ങുന്ന ടൈമിൽ നമ്മളുടെ ഈ ഒരു ഞാൻ തുടങ്ങിയ പോർഷൻ കണ്ടില്ലേ, പകുതിന്ന് എൻഡിലേക്ക് ആദ്യം വരച്ചു കൊടുക്കുക, അല്ലാതെ തുടക്കത്തിൽ നിന്ന് തുടങ്ങരുത് ഒരിക്കലും. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മേക്കപ്പിലെ ഒരു മെയിൻ സാധനമാണ് ബ്ലഷ് എന്ന് പറയുന്നത്. എൻവൈബയുടെ ബ്ലഷ് ആണ് ഞാനിപ്പോഴും എടുത്തിരിക്കുന്നത്. സോ അതും അപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് ബ്ലഷ് വേണമെങ്കിലും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ കയ്യിലുള്ള പ്രോഡക്ട്സ് വെച്ചിട്ട് ഞാൻ ഈ ഒരു ബേസിക് ആയിട്ടുള്ള മേക്കപ്പ് തന്നെയാണ് പോകുമ്പം ചെയ്യാറുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇപ്പം ഇച്ചിരി പുട്ടി കൂടുതലിട്ട പോലെ ഒരു ഫീലിംഗ് വരും. പക്ഷെ ഒരു പ്രാവശ്യം ഒന്ന് ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനത്തെ ഒരു ഫീലേ വരില്ല. കാരണം ഞാൻ ഫസ്റ്റ് ടൈം ഇന്റർവ്യൂവിന് പോയപ്പോൾ അയ്യോ പുട്ടി പോലെ ആയി, മേക്കപ്പ് കൂടി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് അത്ര മേക്കപ്പ് ഒന്നും ചെയ്യാതെ പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ ഇതൊക്കെ ഒന്നുമല്ല എന്നുള്ളത്. പിന്നെ ഞാൻ ഹെയർ ആക്ച്വലി എൻ്റെ ഓഫീസിലാണ് ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സും വെച്ചിരിക്കുന്നത്. കാര്യം അവിടെ ചെന്നിട്ടാണല്ലോ ഞങ്ങൾ റെഡി ആവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹെയറിന്റെ ബണ്ണും ബുഷും സ്ട്രെയിഡും എല്ലാം തന്നെ ഞാൻ അവിടെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു വീഡിയോ ഞാൻ എടുക്കണം എന്ന് വെച്ചിട്ട് എന്നും ഇതൊക്കെ കൊണ്ടുവരാൻ മറന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഹെയർ തട്ടിക്കൂട്ടിയാണ് ചെയ്യുന്നത്. ഹെയർ എങ്ങനെ കെട്ടണം എന്നുള്ളൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. പിന്നെ ഹെയറിന്റെ കാര്യത്തിൽ ലോങ് ഹെയർ, ഷോർട്ട് ഹെയർ ഇതൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ, അതെല്ലാം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി. പിന്നെ ഞാൻ മസ്കാര അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ലിപ്സ്റ്റിക് ആണ്. അപ്പൊ ഞാൻ ഇന്നിവിടെ കണ്ണ് ഇച്ചിരി ന്യൂഡാക്കിയിട്ട് ലിപ്സ് ആണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഡാസിലറിന്റെ ഒരു C23 വരുന്ന ഒരു ഷെയ്ഡാണ്. ആക്ച്വലി ഇത് ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. വലിയ വിലയുമില്ലാത്ത ലിപ്സ്റ്റിക്കും ആണ്, നല്ല അടിപൊളി ഷെയ്ഡും ആണ്. അപ്പൊ ഇത് ഞാൻ ആക്ച്വലി ഔട്ട്ലൈൻ പോലെ കൊടുത്തതിന് ശേഷം നല്ല റെഡ് ആയിട്ടുള്ള ഒരു കളറാണ് അകത്തേക്ക് ഇടുന്നത്.
നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കളർ യൂസ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചുണ്ടിന് അധികം ഒരു ന്യൂഡ് കളർ കൊടുത്തിട്ട് ഐസ് ഹൈലൈറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഇതുപോലെ ചുണ്ട് ഹൈലൈറ്റ് ചെയ്യാം, അതൊന്നും ഇഷ്യൂ ഇല്ല. സോ ഞാൻ അതും നന്നായിട്ടൊന്ന് ഇതായിക്കോളൂ. ഭയങ്കര ഓവറായിട്ടും തോന്നരുത്, എന്നാൽ അത്യാവശ്യം കുറച്ച് ബ്രൈറ്റ് ആയിട്ടും തോന്നണം, ആ ഒരു രീതിയിലാണ് കേട്ടോ. പിന്നെ ഞാൻ കണ്ണ് എഴുതണ്ടെന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷെ എനിക്ക് കണ്ണ് എഴുതാണ്ട് ഇരുന്നപ്പം എന്തൊരു കംപ്ലീറ്റ് അല്ലാത്തൊരു ഫീൽ തോന്നി. അപ്പം ഞാൻ കണ്ണും കൂടി ജസ്റ്റ് എഴുതി കൊടുക്കുന്നുണ്ട് ഇപ്പൊ. പക്ഷെ എൻ്റെ ഹെയർ ഇച്ചിരി കറക്റ്റ് ആ ഒരു ലെവലിലല്ല ഇരിക്കുന്നത്. അപ്പൊ അത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി, വേറൊരു വീഡിയോ ഇട്ട് ഇടാം. സോ ദിസ് ഈസ് അവർ ഫൈനൽ ലുക്ക്. ആൻഡ് ഈ ഒരു രീതിക്ക് നിങ്ങൾ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഇന്റർവ്യൂവിനൊക്കെ പോകാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. ആൻഡ് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട.